ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ നിത്യം പിബാമഹ സുഭാഷിതരസം, നിത്യവും പാനം ചെയ്യാം നല്ല വചനങ്ങൾ. മഹോദയ അസ്മാകം വിദ്യാലയസ്യ ഫിത്തോ, ഹേ ഗുരുജി, നമ്മുടെ സ്കൂളിൻ്റെ ഫിത്തിയിൽ അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭഃ ഇതി ലിഖിതമസ്തി. അയോഗ്യരായ മനുഷ്യരില്ല, നേർവഴിക്ക് നയിക്കുന്നവരാണ് ഇല്ലാത്തത് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെ പറയാണ്, അയോഗ്യരായ മനുഷ്യർ ആരും തന്നെ ഇല്ല, അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ളവരെ കിട്ടാനാണ് പ്രയാസം എന്ന്. ഓക്കെ, അസ്യ ക ഭാവഃ, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇതി കൃപയാ ബോധയതു, ഇത് ദയവായി പറഞ്ഞു തന്നാലും. ഭോ സുശീലേ, ഹേ സുശീലേ, അസ്യ ഭാവാർത്ഥഃ അസ്തി, ഇതിൻ്റെ അർത്ഥമാണ് യത്, അതായത് അസ്മിൻ ജഗതി, ഈ ലോകത്ത് കോപി അയോഗ്യഃ നാസ്തി, ആരും തന്നെ അയോഗ്യരല്ല. സർവേ യോഗ്യഃ സന്തി, എല്ലാവരും കഴിവുള്ളവരാണ്. പരന്തു പക്ഷേ പ്രേരകസ്യ മാർഗദർശകസ്യ ച അഭാവഃ അസ്തി, പക്ഷേ പ്രോത്സാഹിപ്പിക്കാനും നേർവഴിക്ക് കൊണ്ടുപോകാനുമുള്ളവർ കുറവാണ്, അതിൻ്റെ അഭാവമുണ്ട്. മാന്യവർ, അഹമപി വിദ്യാലയസ്യ പരിസരേ ഏതാദൃശം ശ്ലോകം പഠിതവതി. റെസ്പെക്റ്റഡ് സർ, ഞാനും സ്കൂളിൻ്റെ പ്രിമൈസസിൽ ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ വായിച്ചിട്ടുണ്ട്. രമേ ഏതാനി സുഭാഷിതാനി സന്തി, ഹേ രമേ, ഇവയെല്ലാം സുഭാഷിതങ്ങളാണ്, നല്ല വചനങ്ങളാണ്, മധുരവചനങ്ങളാണ്. അസ്മാകം ചിന്തന വികാസായ ഏവ ഏതാനി സുഭാഷിതാനി വിദ്യാലയസ്യ പരിസരേ സ്ഥാപിതാനി, നമ്മുടെ ചിന്ത വികസിപ്പിക്കാൻ, ചിന്താശക്തി വികസിപ്പിക്കാനായിട്ടാണ് ഈ സുഭാഷിതങ്ങൾ സ്കൂളിൻ്റെ പരിസരത്ത് വച്ചിരിക്കുന്നത്. മഹോദയ സുഭാഷിതാനി ഇത്യേന കഹ അഭിപ്രായ, ഹേ ഗുരുജി, സുഭാഷിതം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വത്സ് മാനവാനാം വിവിധ മൂല്യാനാം വികാസായ, ഹേ കുട്ടികളെ, മനുഷ്യൻ്റെ വിവിധ മൂല്യങ്ങളുടെ, നല്ല വാല്യൂസ്, അതായത് ഗുഡ് വാല്യൂസിൻ്റെ വികാസായ, ഡെവലപ്മെൻറ്റിനായിട്ട് ശ്രേഷ്ഠജനൈഹി ഉക്താനി സുവചനാനി, ശ്രേഷ്ഠജനങ്ങളാൽ പറയപ്പെട്ട നല്ല വചനങ്ങൾ തന്നെയാണ് സുഭാഷിതാനി, സുഭാഷിതങ്ങൾ. ശ്രീമൻ സുഭാഷിതാനാം പഠനേന കഹ ലാഭഃ, ഹേ ഗുരുജി, സുഭാഷിതങ്ങൾ പഠിക്കുന്നതിലൂടെ എന്തു ഗുണമാണുള്ളത്? പ്രിയ സുരേഷ്, സുഭാഷിതാനാം പഠനേന, സുഭാഷിതങ്ങൾ പഠിക്കുന്നതിലൂടെ അസ്മാകം നൈതികഃ സാമാജികഃ ച വികാസഃ ഭവതി, നമ്മുടെ സോഷ്യൽ, അതായത് മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് ഡെവലപ്പ് ആകുന്നു. അസ്മാഭിഃ കിം കർത്തവ്യം കിഞ്ച് ന കർത്തവ്യം ഇതി സുഭാഷിതാനി ബോധയന്തി, നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് സുഭാഷിതം നമ്മെ പഠിപ്പിക്കുന്നു. അഹോ വയമപി സുഭാഷിതാനി പഠിതുമിച്ഛാമഃ, കൃപയാ അസ്മാൻ പാഠയതു, ഓഹോ, ഞങ്ങളും സുഭാഷിതങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, കൃപയാ ഞങ്ങളെയും പഠിപ്പിച്ചാട്ടെ. സമീചീനം, തർഹി വയം സുഭാഷിതാനാം രസം പിബാമഹ, ശരി, എങ്കിൽ നമുക്ക് സുഭാഷിതങ്ങളിലെ സാരം നുകരാം, സുഭാഷിതങ്ങളുടെ രസം നുകരാം. വസ്ത്രേണ വപുഷാ വാചാ വിദ്യയാ വിനയേന ച വകാരൈഃ പഞ്ചഭിർയുക്തോ നരോ ഭവതി പൂജിതഃ. പദച്ഛേദം നോക്കാം. വസ്ത്രേണ വപുഷാ വാചാ വിദ്യയാ വിനയേന ച വകാരൈഃ പഞ്ചഭിഃ യുക്തഃ നരഃ ഭവതി പൂജിതഃ. അൻപത് നോക്കാം.
वस्त्रेण वपुषा वाचा विद्यया विनयेन च इति ऐतिः पञ्चभिः वकारैः युक्तः नरः पूजितः भवति. അതായത് വസ്ത്രം, വപുസ് അതായത് ശരീരം, വാക്ക്, വിദ്യ, വിനയം, വ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഈ 5 കാര്യങ്ങളുള്ള ഒരാൾ ലോകമെമ്പാടും ആദരിക്കപ്പെടും. ഭാവാർത്ഥം നോക്കാം. യഹ ജനഃ സമുചിതാനി വസ്ത്രാണി ധരതി, ഏത് മനുഷ്യനാണോ നല്ല വസ്ത്രം ഉടുക്കുക, ശരീരേണ സ്വസ്ഥഃ അസ്തി, ശരീരം കൊണ്ട് ആരോഗ്യമുള്ളതാവുക, സദാ സുമധുരം ഹിതകരം ച വചനം വദതി, എപ്പോഴും നല്ലതും മറ്റുള്ളവർക്ക് നന്മയുണ്ടാവുന്ന വാക്കുകളും അതായത് വചനങ്ങളും പറയുക, സർവദാ അധ്യയനേ സംലഗ്നഃ ഭവതി, എപ്പോഴും പഠിത്തത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, പഠിത്തത്തിൽ മുഴുകിയിരിക്കുക, തഥാ ച വിനമ്രതയാ ച വ്യവഹരതി, അതുപോലെ വിനമ്രതയോടെ പൊളൈറ്റോടെ എന്ത് ചെയ്യുക, പെരുമാറുക. താദൃശഃ പഞ്ചഭിः വകാരൈः വസ്ത്രം വപുഃ വാക് വിദ്യ വിനയഃ ഇത്യൈതൈः യുക്തഃ മനുഷ്യഃ ലോകേ സമ്മാനം പ്രാപ്നോതി. അതായത് വസ്ത്രം, വപുസ് അതായത് ശരീരം, വാക്ക്, വിദ്യ, വിനയം എന്നീ 5 വകളാൽ യുക്തമായ വ്യക്തിക്ക് ലോകത്തിൽ ബഹുമാനം ലഭിക്കും. അങ്ങനെയുള്ള വ്യക്തി ലോകത്തിൽ ആദരിക്കപ്പെടും. അടുത്ത സുഭാഷിതം നോക്കാം. ഷഡ്ദോഷാഃ പുരുഷേണേഹ ഹാതവ്യാ ഭൂതിമിച്ഛത, നിദ്ര തന്ദ്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത. പദച്ഛേദം നോക്കാം. ഷഡ്ദോഷാഃ പുരുഷേണ ഇഹ ഹാതവ്യാഃ ഭൂതിമിച്ഛത, നിദ്ര തന്ദ്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത. അന്വയം നോക്കാം. ഇഹ ഭൂതിം ഇച്ഛത പുരുഷേണ നിദ്ര തന്ദ്ര ഭയം ക്രോധഃ ആലസ്യം ദീർഘസൂത്രത ച ഇത്യേതേ ഷഡ്ദോഷാഃ ഹാതവ്യാഃ. ആരാണോ സമ്പത്ത് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യനാൽ നിദ്ര, അതേപോലെ ക്ഷീണം, ഭയം, ക്രോധം, ആലസ്യം എന്നിങ്ങനെ 6 ഫ്ലോസ് എന്ത് ചെയ്യണം, ത്യജിക്കണം. എന്നിങ്ങനെയുള്ള 6 ദോഷങ്ങൾ ത്യജിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഭാവാർത്ഥം നോക്കാം. അസ്മാസു നിദ്രാദേഹ ഷഡ്ദോഷാ ഭവന്തി. നമ്മുടെ ഉള്ളിൽ ഉറക്കം എന്നിങ്ങനെ 6 ഫ്ലോസ് ഉണ്ട്. ഏതേ അസ്മാകം ഐശ്വര്യസ്യ ഉന്നതേശ്ച അവരോധകാഃ ഭവന്തി. ഇവയെല്ലാം നമ്മുടെ ഐശ്വര്യത്തിനും പ്രോഗ്രസ്സിനും തടസ്സമാണ്. അതഃ യദി മാനവഃ സ്വജീവനെ ധനികഃ വിദ്വാൻ വാ ഭവിതുമിച്ഛതി, അതുകൊണ്ട് തന്നെ മനുഷ്യന് സ്വന്തം ജീവിതത്തിൽ ധനികനും വിദ്വാനും ഒക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഐശ്വര്യം വൈഭവം ച പ്രാപ്തും വാഞ്ചതി, തർഹി ഐശ്വര്യവും വൈഭവവുമെല്ലാം പ്രാപ്തമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സഹ അവൻ അതിനിദ്രാം തന്ത്രാം ഭീതിം ക്രോധം ആലസ്യം വിലംബേന കാര്യകരണസ്യ പ്രവൃത്തിം ച, അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം, എക്സസീവായിട്ടുള്ള സ്ലീപ്പ്, അതേപോലെ ക്ഷീണം, ഭയം, ക്രോധം, അലസത, കാര്യങ്ങൾ ചെയ്യാൻ ഡിലേ ചെയ്യുന്നത്, വർക്ക് ഡിലേ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള പ്രവൃത്തികൾ ഏതാൻ ഷഡ്ദോഷാൻ എന്നിങ്ങനെയുള്ള 6 ഫ്ലോസ് പരിത്യജിക്കണം, അതായത് ത്യജിക്കണം. അടുത്ത നോക്കാം. അദ്ഭിർഗാത്രാണി ശുദ്ധ്യന്തി മനഃ സത്യേന ശുദ്ധ്യതി, വിദ്യാ തപോഭ്യാം ഭൂതാത്മാ ബുദ്ധിർജ്ഞാനേന ശുദ്ധ്യതി. പദച്ഛേദം നോക്കാം. അദ്ഭിഃ ഗാത്രാണി ശുദ്ധ്യന്തി മനഃ സത്യേന ശുദ്ധ്യതി, വിദ്യാ തപോഭ്യാം ഭൂതാത്മാ
ബുദ്ധിഃ ജ്ഞാനേന ശുദ്ധ്യതി. അന്വയം നോക്കാം. ഗാത്രാണി അദ്ഭിഃ ശുദ്ധ്യന്തി. അതായത് ശരീരം വെള്ളത്താൽ ശുദ്ധമാകുന്നു. മനഃ സത്യേന ശുദ്ധ്യതി. മനസ്സ് സത്യത്താൽ ശുദ്ധമാകുന്നു. ഭൂതാത്മാ വിദ്യാതപോഭ്യാം ശുദ്ധ്യതി. ആത്മാവ് വിദ്യയാൽ ശുദ്ധമാകുന്നു. ബുദ്ധിഃ ജ്ഞാനേന ശുദ്ധ്യതി. ബുദ്ധി ജ്ഞാനത്താൽ ശുദ്ധമാകുന്നു. ഭാവാർത്ഥം നോക്കാം. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കുന്നത്. ഓക്കെ. പ്രതിദിനം സ്നാനേന മാനവസ്യ ശരീരം സ്വച്ഛം ഭവതി. എന്നും കുളിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ശരീരം സ്വച്ഛമാകുന്നു, അതായത് വൃത്തിയുള്ളതാകുന്നു. സത്യേന മനഃ പവിത്രം ഭവതി. സത്യത്താൽ മനസ്സ് പവിത്രമാകുന്നു. സത്യകഥനേന മനസ്സി ദ്വന്ദ്വഃ ഭീതിം ച ന ഭവതി. സത്യം പറയുന്നതിലൂടെ മനസ്സിൽ ഡിലേമയോ അല്ലെങ്കിൽ ഭയമോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. നിത്യം വിദ്യാഭ്യാസേന പരിശ്രമേണ ച ജീവസ്യ ശുദ്ധിഃ ഭവതി. നിത്യവും വിദ്യാഭ്യാസം ചെയ്യുന്നതിലൂടെയും പരിശ്രമിക്കുന്നതിലൂടെയും ജീവൻ്റെ ശുദ്ധി ഉണ്ടാവുന്നു. ജീവന് ശുദ്ധി ഉണ്ടാവുന്നു. ഓക്കെ. ജ്ഞാനേന ച ബുദ്ധിഃ നിർമ്മലാ ഭവതി. അറിവിനാൽ ബുദ്ധിയും നിർമ്മലമാകുന്നു. അതഃ അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിത്യം സ്നാനം നിത്യവും കുളിക്കുക, സത്യകഥനം സത്യം പറയുക, വിദ്യാഭ്യാസം വിദ്യ അഭ്യസിക്കുക, പരിശ്രമം ഹാർഡ് വർക്ക് ചെയ്യുക, ജ്ഞാനാർജനം അറിവ് നേടിയെടുക്കുക, ചകുരിയാത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അടുത്ത സുഭാഷിതം നോക്കാം. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേശ്ചൈവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതി യത്ര സന്തതിഃ. പദച്ഛേദം നോക്കാം. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേഃ ച ഏവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതി യത്ര സന്തതിഃ. അന്വയം നോക്കാം. യത് സമുദ്രസ്യ ഉത്തരം ഹിമാദ്രേഃ ച ദക്ഷിണം തത് ഏവ ഭാരതം നാമ വർഷം യത്ര ഭാരതി സന്തതിഃ അസ്തി. ഭാവാർത്ഥം നോക്കാം. അസ്മിൻ സുഭാഷിതേ സുഭാഷിതകാരः ഭാരതസ്യ ഭൗഗോളികം സ്വരൂപം വർണ്ണയതി. ഈ സുഭാഷിതത്തിൽ സുഭാഷിതം എഴുതിയ വ്യക്തി ഇന്ത്യയുടെ ഭൗഗോളിക സ്വരൂപത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഹിന്ദു മഹാസാഗരസ്യ ഉത്തരഭാഗേ. ഹിന്ദു മഹാസാഗരത്തിൻ്റെ ഉത്തരഭാഗത്തിൽ, അതായത് നോർത്തിൽ, ഹിമാലയസ്യ ച ദക്ഷിണഭാഗേ. ഹിമാലയത്തിൻ്റെ സൗത്ത് ഭാഗത്ത് യ ഭൂഭാഗ അസ്തി. ഈ ഭൂഭാഗമുണ്ട്. തസ്യ ഭൂഭാഗസ്യ നാമ ഭാരതവർഷം. ആ ഭൂഭാഗത്തിൻ്റെ പേരാണ് ഭാരതവർഷം. അത്രത്യാഹ നാഗരികാഹ ഭാരതീയാഹ ഇതി പ്രസിദ്ധാഹ. ഇവിടുത്തെ സിറ്റിസൻസിനെ ഭാരതീയർ എന്നാണ് അറിയപ്പെടുന്നത്. വർഷം എന്നാൽ മഹാദ്വീപിൻ്റെ ഒരു ഭാഗം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ. അടുത്ത സുഭാഷിതം നോക്കാം. ജലബിന്ദു നിപാതേന ക്രമശഃ പൂര്യത്തെ ഘടഃ സ ഹേതുഃ സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. പദച്ഛേദം നോക്കാം. ജലബിന്ദു നിപാതേന ക്രമശഃ പൂര്യത്തെ ഘടഃ സ ഹേതുഃ സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. അന്വയം നോക്കാം. ഘടഃ ക്രമശഃ ജലബിന്ദു നിപാതേന പൂര്യത്തെ സഹ ഹേതുഃ സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച ഭവതി. ഘടഃ ക്രമശഃ ജലബിന്ദു നിപാതേന പൂര്യത്തെ. കുടം നിരന്തരമായ ജലബിന്ദുക്കളാൽ നിറയുന്നു. സഹ ഹേതുഃ സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച ഭവതി. ഇത് കാരണം കൊണ്ട് തന്നെയാണ് എല്ലാ വിദ്യകളും ധർമ്മത്തിൻ്റെയും ധനത്തിൻ്റെയും ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഭാവാർത്ഥം വായിച്ചാലേ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യഥാ നിരന്തരം ജലസ്യ ബിന്ദൂനാം പതനേന റിക്തഃ അപി ഘടഃ പൂർണ്ണഃ ഭവതി. എങ്ങനെയാണോ നിരന്തരം ജലത്തിൻ്റെ ബിന്ദുക്കൾ
വീണ് ശൂന്യമായ കുടം പോലും നിറയുന്നത് തഥൈവ അങ്ങനെ തന്നെ ജീവനെ നിരന്തരം അഭ്യാസേന ജീവിതത്തിൽ നിരന്തരമായ പരിശ്രമത്തിലൂടെ അഭ്യാസത്തിലൂടെ സാമാന്യ അപി മാനവ സാധാരണപ്പെട്ട മനുഷ്യൻ പോലും സർവപ്രകാരകം ജ്ഞാനം എല്ലാ തരത്തിലുള്ള അറിവും ധർമ്മം ധനം ചലപതി ധർമ്മവും ധനവും പ്രാപ്തമാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.